കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പത്തനംതിട്ട ബ്രദറൻ സഭയുടെ ഈ കോട്ടേജ് മീറ്റിങ്ങിൽ എനിക്കും BBIയിലെ അധ്യാപകർക്കും സ്റ്റുഡൻസിനും ഈ നിലയിൽ പങ്കെടുക്കുവാൻ പ്രിയ സണ്ണി ബ്രദറിൻ്റെ കുടുംബത്തോടും ഈ സ്ഥലം സഭയിലെ സഹോദരന്മാരോട് ചേർന്നായിരിക്കാൻ ദൈവം നൽകിയ ഈ സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ ദൈവം പ്രിയ സണ്ണി ബ്രദറിനെ സഹായിക്കുന്നു. വരുന്ന ആളുകളിലും കുടുംബമായി കർത്താവിനെ സ്നേഹിക്കുന്നതിനും വിവിധ ശുശ്രൂഷകളിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഏർപ്പെടുന്നതിനും തന്നെയും കുടുംബത്തെയും ദൈവം സഹായിക്കട്ടെ. എനിക്കൊന്ന് ചില വർഷങ്ങൾക്ക് ശേഷമാണ് പത്തനംതിട്ട സഭയുടെ കോട്ടയത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ശമുവേലിച്ചാൻ ഉണ്ടായിരുന്ന സമയത്ത് ശമുവേലിച്ചാൻ്റെ വീട്ടിൽ വെക്കുന്ന എല്ലാ കോട്ടയത്ത് മീറ്റിങ്ങിനും നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞ് പങ്കെടുക്കുമായിരുന്നു. എന്നാൽ അതിനുശേഷം അങ്ങനെ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് ഇങ്ങനെ കടന്നു വരുവാൻ ദൈവം നൽകിയ ഈ സന്ദർഭത്തിനായി ഞാൻ വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നാം കേൾക്കുകയുണ്ടായി. കേട്ട ചിന്തകൾ നമുക്കേവർക്കും അനുഗ്രഹത്തിന്, നമ്മുടെ കുടുംബജീവിതത്തിന്, നമ്മുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 17. മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്. 28-ാം വാക്യം, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുകയും. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തം കൊണ്ട് ഓരോരുത്തര് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. പത്തനംതിട്ട BBIയിലെ 3rd ഇയേഴ്സിന് ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സഭാശാസ്ത്രമാണ്, എക്ലീസിയോളജിയാണ്. അന്നേരം ഈ ഭാഗങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സിലേക്ക് അതേ ഭാഗം തന്നെയാണ് കടന്നു വന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ മൂപ്പന്മാരുടെ ശുശ്രൂഷകളെക്കുറിച്ച് വിശദീകരിച്ച പരാമർശങ്ങൾ നമുക്ക് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം മുതൽ യോഹന്നാന്റെ ലേഖനം വരെയുള്ള ഭാഗങ്ങളിൽ കാണാനായിട്ട് കഴിയും. ഇതിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് നമുക്ക് സമയമില്ല. അതുപോലെ തന്നെ മൂപ്പന്മാരുടെ യോഗ്യതകൾ അത് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന 2 ഭാഗങ്ങൾ നമുക്ക് വചനത്തിലുണ്ട്. ഒന്ന് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം, മറ്റൊന്ന് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം. അന്നേരം അവിടെ ഒരു മൂപ്പൻ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൽ ഒരു ഡീക്കൺ, ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള പരാമർശം നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഒരു സുവിശേഷകന്റെ യോഗ്യത എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് ഈ മൂപ്പന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ഡീക്കന്മാരെ കുറിച്ച് പറഞ്ഞതുപോലെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് പത്തനംതിട്ട സഭയിലെ സഹോദരന്മാരിവിടെ ഉണ്ട്. എന്നാൽ അതിനേക്കാട്ടി കൂടുതൽ BBIയിലെ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. എന്നാൽ അതിൽ ചിലർ ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. പലർക്കും സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ട്. ബാക്കിയുള്ളവരും കർത്താവിൻ്റെ വിളി പ്രതീക്ഷിച്ച് പഠിക്കുന്നവരാണ്, ആഗ്രഹമുള്ളവരുണ്ട്. അന്നേരം ഞാൻ ഇവിടെ മൂപ്പന്മാരെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മൂപ്പന്മാരുടെ യോഗ്യത പരിശോധിച്ചാലും മൂപ്പന്മാരുടെ ഉത്തരവാദിത്വം പരിശോധിച്ചാലും
അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സുവിശേഷകന്മാരോടുള്ള ബന്ധത്തിലും വാസ്തവമാണ്. അതുകൊണ്ട് സ്റ്റുഡൻസിനും കൂടെ പ്രയോജനപ്പെടത്തക്ക നിലയിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. So when we look into the Bible, we see the qualifications of the elders and deacons in 1 Timothy chapter 3. But nowhere we have a listing of the qualifications of the evangelist. So what I want to tell is, all the qualifications of the elders or deacons and all the ministries of the elders of a local assembly, they are applicable in many areas. They are applicable to an evangelist also. ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് നമുക്കറിയാം, പൗലോസിന്റെ സുവിശേഷ യാത്രയാണ്. തന്റെ മൂന്നാം സുവിശേഷ മിഷനറി യാത്രയിൽ മിലേത്തോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നപ്പോൾ തനിക്ക് എഫെസോസിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. താൻ വളരെ കാലം താമസിച്ച് ശുശ്രൂഷിച്ച ഒരു സ്ഥലമാണ്. അന്നേരം ആ സ്ഥലത്തെ മൂപ്പന്മാരോട് സംസാരിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ തനിക്ക് യെരൂശലേമിൽ ചെന്ന് എത്തേണ്ടത് കൊണ്ട് താൻ ആ മൂപ്പന്മാരെ ആളയച്ച് മിലേത്തോസിലേക്ക് വരുത്തി അവരോട് ചില കാര്യങ്ങൾ പറയുന്നതാണ് 17 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു വിടവാങ്ങൽ സന്ദേശം ആ എഫെസോസിലെ സഭയിലെ മൂപ്പന്മാർ അറിഞ്ഞിരിക്കേണ്ട, അത്യാവശ്യമായിട്ട് അവരെ ഓർപ്പിക്കേണ്ട ചില വസ്തുതകൾ പൗലോസ് ഈ ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് അവരെ ഓർപ്പിക്കുന്നത് കാണാനായിട്ട് കഴിയും. സോ മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. എഫെസോസിലെ സഭയിലെ മൂപ്പനെ വരുത്തിയെന്നല്ല, അല്ലെങ്കിൽ പ്രധാന മൂപ്പനെ വരുത്തിയെന്നല്ല, നമ്മൾ വായിക്കുന്നത് ആ എഫെസോ സഭയിലെ മൂപ്പന്മാരെ വരുത്തി. ബ്രദറൻ സഭകളുടെ അല്ലെങ്കിൽ പുതിയ നിയമം വെളിപ്പെടുത്തുന്ന ഒരു ആ സഭയുടെ സ്ഥലം സഭയുടെ പ്രത്യേകത എന്നുള്ളത്, ഒരു സ്ഥലം സഭ പരിപാലിക്കപ്പെടേണ്ടത് ഒന്നിലധികം മൂപ്പന്മാരാലാണ്. ഞാൻ പറയട്ടെ, ഒരു മൂപ്പൻ തന്നെ ഒരു സ്ഥലം സഭയെ പരിപാലിക്കുന്ന രീതി പുതിയ നിയമത്തിലില്ല. ഒരു മൂപ്പൻ തന്നെ ഒന്നിലധികം സഭകളെ പരിപാലിക്കുന്ന രീതി പുതിയ നിയമത്തിലില്ല. ഒന്നിലധികം മൂപ്പന്മാർ ചേർന്ന് ഒന്നിലധികം സഭകളെ പരിപാലിക്കുന്ന രീതിയും പുതിയ നിയമത്തിൽ ഇല്ല. ഓരോ സ്ഥലം സഭയും പരിപാലിക്കപ്പെടേണ്ടത് ദൈവം അവിടെ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവദാസന്മാരാലാണ്, ഒന്നിലധികം മൂപ്പന്മാരാലാണ്. അത് നമുക്കിവിടെ ലഭിക്കുന്ന ഒരു പാഠമാണ്. മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. So Paul, during his third missionary journey, because he did not have enough time to go to Ephesus, from Miletus he called the elders of the Ephesian assembly and he wanted to give some advice to them. So he called the elders of the Ephesian assembly. ഈ മൂപ്പന്മാരെ വരുത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്ന എൽഡേഴ്സിനെ വരുത്തി. ഗ്രീക്കിൽ അതിനുപയോഗിച്ചിരിക്കുന്ന പദം പ്രസ്ബ്യൂറ്ററോസ് എന്ന ഒരു പദമാണ്. എന്നാൽ അതിൽ നിന്നുണ്ടായ ഒരു ഇംഗ്ലീഷ് പദമാണ് പ്രസ്ബിറ്റർ. എനിക്ക് തോന്നി ഈ ഇവാഞ്ചലിക്കൽ ചർച്ച്, CSI അങ്ങനെയുള്ള ഡിനോമിനേഷണൽ സഭകളുടെ കുർബാന ക്രമം വായിച്ചാൽ മലയാളത്തിൽ പട്ടക്കാരൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് അവരുടെ ഇംഗ്ലീഷ് ലിറ്റർജിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രസ്ബിറ്റർ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ സഭയിലെ അച്ഛന്മാർ, ഈ ഗ്രീക്ക് പദം നാം ചേർത്ത് പഠിക്കുമ്പോൾ അവര് മൂപ്പന്മാരായിട്ടാണ് അവർ കരുതിയിരിക്കുന്നത്. പക്ഷെ അവർ ആ പദമല്ല ഉപയോഗിക്കുന്നത്, അവർ അച്ഛന്മാർ അല്ലെങ്കിൽ പട്ടക്കാരൻ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ മൂപ്പന്റെ പ്രത്യേകത എന്നുള്ളത്, ഈ മൂപ്പൻ എന്നുള്ളത് ഒരു സ്ഥലം സഭയെ പരിപാലിക്കാനായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ച ദൈവദാസന്മാർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനപ്പേരാണ്. So it is a designation given to the persons who are called by the Lord to care a local assembly.
ആ മൂപ്പൻ എന്നുള്ള പദം നമുക്കറിയാം, അത് മൂപ്പന്മാരുടെ പക്വതയെ കാണിക്കുന്ന ഒരു പദമാണ്. എൽഡർ. നമ്മൾ വചനത്തിൽ ക്വാളിഫിക്കേഷൻ പറയുന്ന ഭാഗത്ത് പ്രത്യേകം പറയുന്നുണ്ട്, പുതിയ ശിഷ്യൻ അരുത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് പെട്ടെന്ന് ഒരാളെ ആത്മീയ വളർച്ച എത്തുന്നതിന് മുമ്പ്, പക്വത പ്രാപിക്കുന്നതിന് മുമ്പ് മൂപ്പനാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൽ പൗലോസ് ആ നിർദ്ദേശം പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയത്. അന്നേരം മൂപ്പൻ എന്നുള്ള പദം ഈ ശുശ്രൂഷ ചെയ്യുന്നവരുടെ ആത്മീയ പക്വതയെ കാണിക്കുന്നു. ആത്മീയ പക്വതയെ കാണിക്കുമ്പോൾ ഞാൻ അതിനോട് ബന്ധപ്പെടുത്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവരെ മറ്റുള്ളവർക്ക് മാതൃകയായി ശുശ്രൂഷിക്കേണ്ടവരാണ്. 1 പത്രോസ് 1 Peter chapter 5, അവിടെ മൂപ്പന്മാർക്ക് പ്രബോധനം കൊടുക്കുമ്പോൾ പത്രോസ് ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 1 Peter chapter 5 അതിൻ്റെ 3-ാം വാക്യം, ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുകയും. നമുക്കറിയാം അവിടെ തുടങ്ങുന്നത് നിങ്ങളിലുള്ള മൂപ്പന്മാരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പത്രോസ് സംസാരിക്കുമ്പോൾ അവരെ ഓർപ്പിക്കുന്നത് ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുക. ഒരു മൂപ്പൻ, അത് ആ മൂപ്പന്റെ പക്വതയെ ആ പദം കാണിക്കുന്നു. മറ്റുള്ള വിശ്വാസികൾക്ക്, സ്ഥലം സഭയിലെ വിശ്വാസികൾക്ക് മാതൃകയുള്ളവനായി സ്ഥലം സഭയിൽ ജീവിക്കുവാൻ ഒരു മൂപ്പന് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ ഇൻ ഹീബ്രൂസ് ചാപ്റ്റർ 13 അതിൻ്റെ 7-ാം വാക്യം, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ഇത് വിശ്വാസികൾക്ക് കൊടുക്കുന്ന ആലോചനയാണ്. അവിടെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ വിശ്വാസം ഓർത്ത്, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. വിശ്വാസികളോട് പറയുക, നിങ്ങൾ മൂപ്പന്മാരുടെ, നിങ്ങളോട് നടത്തിയവരുടെ, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുക. ഒരു മൂപ്പൻ അല്ലെങ്കിൽ സ്ഥലം സഭയിലെ മൂപ്പന്മാർ, ആ സ്ഥലം സഭയിലെ വിശ്വാസികൾ അവരുടെ ജീവിതം കണ്ട് അനുകരിക്കത്തക്ക നിലയിലുള്ള ഒരു ജീവിത ശൈലിയിൽ ജീവിക്കേണ്ടവരാണ്. അവിടെ അനുകരിക്കുക എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം മിമേ ഓമായി എന്നുള്ള ഒരു പദമാണ്. മിമേ ഓമായി, ആ പദത്തിൽ നിന്നാണ് മിമിക്രി എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. മിമിക്രി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇമിറ്റേറ്റ് ചെയ്യുക. നമ്മുടെ സ്ഥലം സഭയിൽ നമ്മുടെ മുമ്പാകെ ജീവിക്കുന്ന, നമ്മുടെ മുമ്പാകെ ശുശ്രൂഷിക്കുന്ന മൂപ്പന്മാരുടെ ജീവിതം കണ്ട് അവരെ അനുകരിക്കുവാനായി വിശ്വാസികളെ ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു സുവിശേഷകനാകട്ടെ, മൂപ്പനാകട്ടെ, ഡീക്കനാകട്ടെ, ദൈവമക്കളുടെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ ഉത്തരവാദിത്വം എന്നുള്ളത് മറ്റുള്ള വിശ്വാസികൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ തന്നെ സൂക്ഷിച്ച്, നാം കേട്ടതുപോലെ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നുള്ള ആ പ്രബോധനം അനുസരിച്ച്, ആ ദൈവത്തിന്റെ വിശുദ്ധിക്ക് അനുസരിച്ചുള്ള ഒരു വിശുദ്ധിയോടുകൂടെ ദൈവമക്കളുടെ മധ്യത്തിൽ ജീവിക്കുവാൻ പ്രിയമുള്ളവരെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 28-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുകയും. കാരണം ദൈവസഭയിൽ സഭാപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അഭിസംബോധന ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം എൽഡർ അല്ലെങ്കിൽ മൂപ്പൻ. ഞാൻ ചോദിക്കട്ടെ, പത്തനംതിട്ട സഭയിലെ ബിഷപ്പ് ആരാ? പത്തനംതിട്ട ബ്രദറൻ സഭയിൽ ബിഷപ്പുണ്ടോ? അല്ലെ, പത്തനംതിട്ട സഭയിലെ പാസ്റ്റർ ആരാ? സാധാരണഗതി നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കും, പത്തനംതിട്ട സഭയിൽ ബിഷപ്പുണ്ടോ? നിങ്ങളുടെ സഭയിൽ ബിഷപ്പുണ്ടോ? അയ്യേ, ഞങ്ങളുടെ സഭയിൽ ബിഷപ്പില്ല, അതൊക്കെ നിങ്ങളുടെ സഭയിലാ.
ഞങ്ങൾക്ക് മൂപ്പന്മാരുണ്ടെന്ന് ചിലർ പറയും. ചിലർ പറയും ഞങ്ങൾക്ക് ഉപദേശിമാരുണ്ട്, ഞങ്ങൾക്ക് സുവിശേഷകന്മാരുണ്ട്. പത്തനംതിട്ട സഭയിലെ പാസ്റ്ററാരാ? അത് പെന്തക്കോസ്ത് സഭയിലല്ലേ, ബാപ്റ്റിസ്റ്റുകാർക്കാ. ഞങ്ങൾക്ക് ആരില്ല? ഞങ്ങൾക്ക് പാസ്റ്റർമാരില്ല. നമ്മൾ വചനം ഒന്ന് പരിശോധിക്കാം. അവിടെ നമ്മൾ 28-ാം വാക്യത്തിൽ വായിക്കുന്നു, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുകയും. എഫെസോസ് സഭയിലെ മൂപ്പന്മാര് വന്നപ്പോൾ ആ മൂപ്പന്മാർക്ക് ഒരു വിടവാങ്ങൽ സന്ദേശം പൗലോസ് നൽകുമ്പോൾ ആ മൂപ്പന്മാരോട് പറയുകയാണ്, നിങ്ങൾ ആരാ? ദൈവത്തിന്റെ സഭയെ മേയ്ക്കുന്നതിന് പരിശുദ്ധാത്മാവ് നിയോഗിച്ചവരാ. ആട്ടിൻകൂട്ടത്തെ മുഴുവനായി സൂക്ഷിക്കുന്നതിന് പരിശുദ്ധാത്മാവ് നിയോഗിച്ച ആ സഭയെ മേയ്ക്കുന്നതിന് നിയോഗിക്കപ്പെട്ട പാസ്റ്റർമാരാ നിങ്ങളെന്നാ പറഞ്ഞത്. അല്ലെ, മൂപ്പന്മാരോട് പറഞ്ഞത് നിങ്ങൾ എന്ത് ശുശ്രൂഷ ചെയ്യാനാ? ഇടയ ശുശ്രൂഷ ചെയ്യാനാ പറഞ്ഞത്. മൂപ്പന്മാരെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദമാ പാസ്റ്റർ എന്നുള്ള പദം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ നാമരൂപമല്ല, അതിന്റെ ക്രിയാരൂപമാണ്. ഇടയ ശുശ്രൂഷ ചെയ്യാനായി അവരെ ഓർപ്പിക്കുന്ന ആ പൗലോസിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ഇടയിൽ തന്നെ ചില പുസ്തകങ്ങളിൽ, ചില പ്രസംഗങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, മൂപ്പന്മാരെല്ലാവരും പാസ്റ്റർമാരായിരിക്കണമെന്ന് ഇല്ല. അത് നമ്മുടെ സഭയിലുള്ള ആൾക്കാരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും ചിലരുടെ പ്രീതിയൊക്കെ പിടിച്ചു പറ്റാനുമുള്ള ഒരു ശ്രമമാണ്. അതാ, മൂപ്പന്മാരെല്ലാവരും ഇടയന്മാരായിരിക്കണമെന്ന് ഇല്ല. ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ പൗലോസ് നമ്മൾ നോക്കണം. എഫെസോസിലെ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് ഇങ്ങനെയാണോ പറയുന്നത്? നിങ്ങളിൽ ചിലരെ, മൂപ്പന്മാരോട് പറയാം, നിങ്ങളിൽ ചിലരെ എന്തിനാ ദൈവത്തിന്റെ സഭയെ മേയ്പാൻ നിയമിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അല്ല, ആ മൂപ്പന്മാരെല്ലാവരും വന്നപ്പോൾ ആ എഫെസോസിലെ മൂപ്പന്മാരോട് എല്ലാവരോടും കൂടെ പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നു. മൂപ്പന്മാരാരാ? മൂപ്പന്മാര് ഇടയന്മാരാണ്. ഇടയന്മാരുടെ ശുശ്രൂഷ എന്താ? ഒരാട്ടിടയനെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരാട്ടിടയന്റെ ശുശ്രൂഷ എന്തൊക്കെയാ? ആടുകൾക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കണം, ആടുകളെ ദുഷ്ടമൃഗങ്ങളിൽ നിന്ന്, കള്ളന്മാരിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കണം. 3, ആടുകൾ തെറ്റിപ്പോയാൽ, അനുസരണക്കേട് കാണിച്ചാൽ ആടുകളെ ശിക്ഷിക്കണം. മൂപ്പന്മാർ, ഒരു സ്ഥലം സഭയിലെ മൂപ്പന്മാർ, അവര് ഇടയന്മാരാണോ, ആടുകളെ മേയ്ക്കേണ്ടവരാണോ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുമ്പോൾ ഈ 3 ദൗത്യവും ആരിലുണ്ടോ? മൂപ്പന്മാരിൽ ഉണ്ട്. അവര് ആടുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടവരാ. അതവരുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, an elder, he should be able to teach. 1 Timothy chapter 3 അതിന്റെ 2-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, അവിടെ പറയുന്നുണ്ട് എന്താ? ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. അതുപോലെ തന്നെ 1 തിമോത്തിയോസ് 5-ന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 തിമോത്തിയോസ് 5-ന്റെ 17-ാം വാക്യം, അവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണുക. അന്നേരം അവര് വചനത്തിൽ അധ്വാനിക്കേണ്ടവരാണ്, ഉപദേശത്തിൽ അധ്വാനിക്കേണ്ടവരാണ്, ദൈവവചനം പ്രസംഗിക്കേണ്ടവരാണ്, ദൈവവചനം പഠിപ്പിക്കേണ്ടവരാണ്. മാത്രമല്ല, തീത്തോസ് 1-ന്റെ 9-ാം വാക്യം നോക്കിയേ. ടൈറ്റസ് ചാപ്റ്റർ 1 വേഴ്സ് 8 and 9 അവിടെ നമ്മൾ വായിക്കുന്നത് അതിനോട് ചേരുന്ന ഒരു ഭാഗമാണ്. സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. മൂപ്പന്മാർ ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. എന്തിനു വേണ്ടിയാ?
വിരോധികൾക്ക് പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കുന്ന, ശരിയായ ഉപദേശം പഠിപ്പിക്കുന്നതിനും, ഇനി അതിന് വിരോധമായി പഠിപ്പിക്കുന്നവരെ തർജ്ജനം ചെയ്ത് അവരുടെ തെറ്റവരെ ബോധ്യമാക്കി ശരിയായ ഉപദേശം പഠിപ്പിക്കുന്നതിനുള്ള ആ നിശ്ചയം മൂപ്പന്മാർക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ട് അവരെ ആടുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടവരാണ്. 2 ആടുകളെ സംരക്ഷിക്കേണ്ടവരാണ്. അത് നമ്മൾ മുമ്പേ വായിച്ച ഭാഗത്തുണ്ട്. 30-ാം വാക്യം നോക്കിക്കേ, 29-30. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. മൂപ്പന്മാർക്ക് കൊടുക്കുന്നൊരു മുന്നറിയിപ്പാണ്. ദുരുപദേഷ്ടാക്കന്മാർ സഭയ്ക്ക് പുറത്തു നിന്നും സഭയ്ക്കകത്തു നിന്നും എഴുന്നേൽക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടെ സ്ഥലം സഭയിൽ ശുശ്രൂഷയിൽ ഏർപ്പെടുവാൻ ഈ മൂപ്പന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. മാത്രമല്ല, വിശ്വാസികളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചാൽ, ഉപദേശ പിശകോ ജീവിത പിശകോ സംഭവിച്ചാൽ വിശ്വാസികൾക്ക് നേരെ ശിക്ഷണ നടപടിയെടുക്കുവാൻ, അവരെ ആ ശിക്ഷണ നടപടിയിലൂടെ നേടുവാനുള്ള ഉത്തരവാദിത്വവും മൂപ്പന്മാർക്കുണ്ട് എന്നുള്ളത് നാം ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. മാത്രമല്ല, നമ്മൾ അതേ വാക്യത്തിൽ 28-ാം വാക്യത്തിൽ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുകയും. മൂപ്പന്മാരോട് പറയുക, നിങ്ങൾ പാസ്റ്റേഴ്സാണ്, അല്ലെ, ഇടയ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. മാത്രമല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളെ ആരാക്കി വെച്ചിരിക്കുന്നു? അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വായിച്ചാൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഓവർസിയർ. The Holy Spirit has appointed you as overseers. മറ്റു ചില ട്രാൻസ്ലേഷനിൽ വായിക്കുന്നത് as bishops. നമ്മൾ ഈ ചില പെന്തക്കോസ്ത് സഭയിലൊക്കെ ചർച്ച് ഓഫ് ഗോഡ് പരിശോധിച്ചാൽ അവിടെ ലോക്കൽ സഭയിലുള്ളവരെ പാസ്റ്റർ എന്ന് വിളിക്കും. ഈ സെൻട്രൽ പാസ്റ്റർ, ഡിസ്ട്രിക്ട് പാസ്റ്റർ എന്നൊക്കെ പറയും. അതിന് മേലോട്ട് പോയാൽ അവർ പറയുന്നത് ഓവർസിയർ എന്ന്. ഒരു ചർച്ച് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ ഇപ്പോൾ കോട്ടയത്ത് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മനോരമയ്ക്കകത്ത് റിപ്പോർട്ട് വായിച്ചപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ബിഷപ്പ്, ഇത് ലീഡ് ചെയ്ത സഭയുടെ ബിഷപ്പ്, പെന്തക്കോസ്ത് സഭയിലും ബിഷപ്പ് സെയിം പദമാണ്, ഓവർസിയർ എന്നുള്ള പദമാണ്. അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദമാണ് എപ്പിസ്കോപ്പോസ്. അതിൽ നിന്നാണ് എപ്പിസ്കോപ്പൽ സഭകൾ എന്നുള്ള ആ പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ബിഷപ്പന്മാര് അധ്യക്ഷന്മാരായിരിക്കുന്ന സഭകൾക്കാണ് സാധാരണ നാം എപ്പിസ്കോപ്പൽ സഭകൾ എന്ന് പറയും. ഇവിടെ ആ മൂപ്പന്മാരോട് പറയുകയാണ്, നിങ്ങൾ ആരാ? നിങ്ങൾ അധ്യക്ഷന്മാരാണ്, നിങ്ങൾ ഓവർസിയർമാരാണ്. നമുക്ക് ഓവർസിയർമാരെ പരിചയമുള്ള ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ, അല്ലേ? പിന്നെ പണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടായിരുന്നു. ഇപ്പം അവരുടെ സ്റ്റാഫിനെയൊക്കെ അവർ പിരിച്ചുവിട്ടു. അന്നേരം ഒരു ഓവർസിയറുടെ ജോലി എന്താ? ലൈനിൽ പണി ചെയ്യുന്ന ജോലിക്കാരെ കൊണ്ട് പണി ചെയ്യിക്കുക, അവർ ശരിയായിട്ട് പണി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, തെറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് തിരുത്തി ചെയ്യിക്കുക. അന്നേരം അതാണ് ഒരു ഓവർസിയറുടെ ജോലി. ഒരു സ്ഥലം സഭയിൽ മൂപ്പന്മാരാരാ? അവര് ഓവർസിയർമാരാണ്. ആ സ്ഥലം സഭയുടെ അധ്യക്ഷന്മാരാണ്. സ്ഥലം സഭയിലെ ശുശ്രൂഷകൾ നിയന്ത്രിക്കുന്നവരാണ്. നമ്മുടെ ചിലർ പറയാറുണ്ട്, ഈ സഭാ ഭരണം എന്നുള്ള പദം ഉപയോഗിക്കരുത്. പലർക്കും അലർജിയാണ്. അതിന് അവർ പറയുന്നത് നമ്മൾ പരിപാലനം എന്നുള്ള പദമേ ഉപയോഗിക്കാവൂ എന്ന് പഠിപ്പിക്കുന്നവർ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം മൂപ്പന്മാരാരാണ്? നമ്മൾ ആദ്യം കണ്ടത് മൂപ്പന്മാർ ആടുകളെ മേയിക്കേണ്ട ഇടയന്മാരാണ്. എന്നിട്ട് ആ പദമാണ് എന്തിനെ കാണിക്കുന്നത്? പരിപാലനത്തെ കാണിക്കുന്നത്. അപ്പോൾ തന്നെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, മൂപ്പന്മാരാരും കൂടിയാ? അവര് സ്ഥലം സഭയുടെ അധ്യക്ഷന്മാരാണ്. സ്ഥലം സഭയിലെ ശുശ്രൂഷകളിൽ മാനുഷികമായ നിയന്ത്രണം നടത്താനായിട്ട് മേലധ്യക്ഷൻ ചുമതലപ്പെടുത്തിയവരാണ്, പരിശുദ്ധാത്മാവ് ചുമതലപ്പെടുത്തിയവരാണ്. ആ ശുശ്രൂഷയും വിശ്വസ്തമായി നിർവഹിക്കുവാൻ ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. മൂപ്പന്മാർ എന്നിട്ട് അവരെ ശുശ്രൂഷ ഭരമേൽപ്പിക്കുമ്പോൾ, ഇടയ ശുശ്രൂഷ ഭരമേൽപ്പിക്കുമ്പോൾ അവർക്ക് ഇടയ ശുശ്രൂഷയ്ക്കുള്ള വരം ദൈവം നൽകുന്നുണ്ട്. എഫേസ്യ ലേഖനം 4:11 അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ?
സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തു സ്ഥലം ദൈവസഭയ്ക്ക് കൃപാവരങ്ങളെ നൽകിയപ്പോൾ അവിടെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അതൊരു വരമായിട്ട് ദൈവസഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മൂപ്പന്മാർ അധ്യക്ഷന്മാരായതുകൊണ്ട് അവർക്ക് നൽകിയിരിക്കുന്ന വരമാണ് കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ. റോമാലേഖനം 12:8 നമ്മൾ വായിക്കുന്നുണ്ട്, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ. വില്ലേജ് ഓഫീസ് ഭരിക്കാനുള്ള വരവാണ്, അതോ കളക്ടറേറ്റ് ഭരിക്കാനുള്ള വരവാണോ? അല്ല. നമുക്കറിയാം, കൃപാവരം ദൈവസഭയുടെ പൊതുപ്രയോജനത്തിനായി നൽകിയിരിക്കുന്ന വരങ്ങളാണ്. അന്നേരം ആ വരം ലഭിച്ച മൂപ്പന്മാർ അവരുടെ ശുശ്രൂഷ ആ നിലയിലും ദൈവസഭയിൽ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്ഥലം സഭയിൽ ദൈവം എഴുന്നേൽപ്പിച്ച, പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ച മൂപ്പന്മാർ അവരുടെ ജീവിതത്തിലൂടെ അവരുടെ പക്വത തെളിയിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുവാൻ കടപ്പെട്ടവരാണ്. അവര് ആളുകളെ പരിപാലിക്കേണ്ടവരാണ്. അതുപോലെ തന്നെ സ്ഥലം സഭയിലെ അധ്യക്ഷന്മാരാണ്. എന്നൊരു ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ ബ്രദറുകാര് പാസ്റ്റർ എന്നുള്ള പദം ഉപയോഗിക്കുന്നില്ല? പല ഈ സാധാരണ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വൈ വി ആർ നോട്ട് യൂസിങ് ദ ടേം പാസ്റ്റർ ടു റെഫർ അവർ എൽഡേഴ്സ്. നമ്മുടെ മൂപ്പന്മാർ അവർ പാസ്റ്റർമാരാണ്, പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ മൂപ്പന്മാരെ പാസ്റ്ററെ എന്ന് നമ്മൾ വിളിക്കുന്നില്ല? അതിന്റെ കാരണം നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ 99% ഭാഗങ്ങളിലും സ്ഥലം സഭയുടെ പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അഡ്രസ് ചെയ്തിരിക്കുന്നത് മൂപ്പന്മാരെന്നാണ്. വേദപുസ്തകം നമുക്ക് കാണിച്ചു തന്ന മാതൃക മൂപ്പന്മാർ എന്നുള്ള ആ അഭിസംബോധനയാണ്. അതുകൊണ്ട് ആ ബ്രദറുകാര് ആ പദം ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ പാസ്റ്റർ എന്ന് ഉപയോഗിക്കുന്നില്ലെന്നുള്ള മറ്റൊരു ഉത്തരം, ബൈബിളിൽ ഒരൊറ്റ ഭാഗത്ത് പോലും പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അഡ്രസ് ചെയ്യാനായിട്ട് പാസ്റ്ററെ എന്ന് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ബിഷപ്പ്, അധ്യക്ഷൻ എന്നുള്ളത് ഒരു ഭാഗത്ത് മാത്രമേ, ഫിലിപ്പി ലേഖനം 1:1 മാത്രം ഒരു ഭാഗത്ത് മാത്രം അഭിസംബോധന ചെയ്യാനായിട്ട് ബിഷപ്പ് അല്ലെങ്കിൽ ഓവർസിയർ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേദപുസ്തകം നമുക്ക് നൽകുന്ന മാതൃക അനുസരിച്ച് നമ്മൾ ആ നിലയിൽ നമ്മുടെ സ്ഥലം സഭയിലെ ശുശ്രൂഷകൾക്കായിട്ട്, പരിപാലനത്തിനായിട്ട്, അധ്യക്ഷന്മാരായിട്ട് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചവരെ നാം മൂപ്പന്മാർ അല്ലെങ്കിൽ എൽഡേഴ്സ് എന്ന് വിളിക്കുന്നു. ദൈവവചനം നൽകിയിരിക്കുന്ന മാതൃക അതാണ്. അന്നേരം മൂപ്പൻ എന്നുള്ളത് സ്ഥലസഭാ പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സ്ഥാനപ്പേരും അല്ലെങ്കിൽ അവരുടെ ഡെസിഗ്നേഷനും പാസ്റ്റർ, ബിഷപ്പ് അല്ലെങ്കിൽ ഷെപ്പേർഡ്, ഓവർസിയർ, ഈ പദങ്ങൾ ഈ മൂപ്പന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷകളെയും കാണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സുവിശേഷകന്മാരായിട്ട് പോകുന്നവർക്കും ഒരളവിൽ ഈ ശുശ്രൂഷകളൊക്കെ ഉണ്ട്. കാരണം ഒരു സ്ഥലം സഭാ സ്ഥാപനത്തിനായി ദൈവം നിങ്ങളെ വിളിച്ച് നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് അയക്കുന്നെങ്കിൽ, ഒരു സ്ഥലം സഭ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ചില വർഷങ്ങൾ ആരാ ആ സഭയുടെ മൂപ്പന്മാർ? അതിന്റെ സ്ഥാപനത്തിന് ദൈവം ഉപയോഗിക്കുന്ന സുവിശേഷകന്മാരാണ്. അന്നേരം ആ സ്ഥലം സഭയെ പരിപാലിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല പരിപാലിക്കേണ്ടത്, അതിന് കൃപാവരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ നിലയിലുള്ള ശുശ്രൂഷകൾ, ഇടയ ശുശ്രൂഷയും അതുപോലെ അധ്യക്ഷ ശുശ്രൂഷയും നിങ്ങളും അങ്ങനെയുള്ള പുതിയ സ്ഥലം സഭകളിൽ ചെയ്യേണ്ടതാണ്. എന്നാൽ ആ സ്ഥലം സഭയിൽ നിന്ന് ദൈവം പുതിയ ആൾക്കാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ, കൃപാവരം നൽകി ആ പുതിയ സ്ഥലം സഭയിൽ നിന്ന് ചില വ്യക്തികളെ ശുശ്രൂഷ ഭരമേൽപ്പിക്കുമ്പോൾ അവരെ സഭയ്ക്ക് ചൂണ്ടിക്കാണിച്ച് മറ്റ് സ്ഥലത്തേക്ക് ശുശ്രൂഷകൾക്കായിട്ട് കടന്നു പോകാനുള്ള ഉത്തരവാദിത്വവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. സോ ഇവാഞ്ചലിസ്റ്റ്, their main task is to go to the field and share the gospel, and when people are saved, you have to establish new assemblies. So in the initial stage, the founding evangelists are the elders of the assembly. But as the believers grow, and as you recognize the Holy Spirit enabled individuals as the elders of the assembly, you have the responsibility to point them to the assembly
And as guided by the Holy Spirit, you have the responsibility to go to a new place, to start a new work and work for the Lord. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കേട്ട കാര്യങ്ങൾ, ഒരു സുവിശേഷകനാണെങ്കിൽ, ഒരു മൂപ്പനാണെങ്കിൽ, ഒരു ശുശ്രൂഷകനാണെങ്കിൽ, ഈ ശുശ്രൂഷ ഞാൻ വിശ്വസ്തനായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അന്നേരം ഈ സഹോദരിമാരൊക്കെ വേണമെങ്കിൽ ചിന്തിക്കും, ഈ ബ്രദർ വന്നിട്ട് ഈ മൂപ്പന്മാർക്കും സുവിശേഷകന്മാർക്കും ഡീക്കന്മാർക്കും മാത്രമുള്ള ആലോചനയെ പറഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് ആലോചനയൊന്നുമില്ലയോ? ഞാൻ പറയട്ടെ, ഈ ശുശ്രൂഷകൾ ഒരു പരിധി വരെ ദൈവവചനത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കും ചെയ്യാം. സ്ഥലം സഭയിലല്ല, ഈ പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷ ഒരു പരിധി വരെ ദൈവവചനം അനുവദിക്കുന്ന ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് സഹോദരിമാർക്ക് സഹോദരിമാരുടെ മധ്യത്തിൽ ചെയ്യാം. സഹോദരിമാരോട് വചനം പറയാം, സഹോദരിമാരെ പ്രബോധിപ്പിക്കാം, ആ സഹോദരിമാരെ പഠിപ്പിക്കാം. സഹോദരിമാരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്താൻ സഹായിക്കാം. സഹോദരിമാരുടെ മധ്യത്തിലെ ശുശ്രൂഷകൾക്ക് നമുക്ക് നേതൃത്വം വഹിക്കാം. അന്നേരം നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് ദൈവവചനം വെച്ചിരിക്കുന്ന ലിമിറ്റുണ്ട്. സഹോദരിമാരുടെ ശുശ്രൂഷകൾ ഇതുവരെയാകാം, എന്ത് പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷകൾ ചെയ്യാനുള്ള ആ കൃപ ലഭിച്ച സഹോദരിമാര് ആ നിലയിൽ തന്നെ അത് ചെയ്യുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇങ്ങനെ നിങ്ങളോടൊപ്പം എനിക്കുമായിരിക്കുന്നതിനും അല്പസമയം ആ ദൈവത്തിന്റെ വചനത്തിന്റെ ചിന്തകൾ പങ്കുവെക്കുന്നതിന് ദൈവം നൽകിയ സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാധാരണഗതിയിൽ നമ്മൾ ആദ്യം തിയറിയും പിന്നെ പ്രാക്ടിക്കലും, അല്ലേ, ഡോക്ട്രിനും പ്രായോഗിക ജീവിതവും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് നേരെ തിരിച്ചായി പോയി. ആദ്യം നമ്മൾ പ്രായോഗിക ജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ച് കേട്ടു, പിന്നീട് നമ്മൾ സഭയെക്കുറിച്ച് കേട്ടു. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മാത്രമേ, നമ്മുടെ കുടുംബജീവിതം ദൈവവചനത്തിനനുസരിച്ചായെങ്കിൽ മാത്രമേ നമ്മുടെ സ്ഥലം സഭയ്ക്കൊരു നിലനിൽപ്പുള്ളൂ, സ്ഥലം സഭ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ ആ സ്ഥലം സഭ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.